ഹൈ ഡിയേഴ്സ്, അഞ്ജു സാർ ആണ്. എടാ നമ്മൾ തമിഴിൽ കണ്ട പോലെ തന്നെ കെമിസ്ട്രി ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറഞ്ഞ സമയം കൊണ്ട് സെറ്റ് ആക്കിയാലോ. സോ ശ്രദ്ധിച്ചോ, എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഒന്നാമത് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് ഗ്ലാസിനെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാടാ? ഗ്ലാസിനെ കുറിച്ച്. ഇത് നമ്മൾ പഠിച്ചതാ. സോ നമുക്കറിയാം എന്തിനൊക്കെയാണ് ഗ്ലാസ് നിർമ്മിക്കുക, എന്തിനൊക്കെ നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുക. സോ നമുക്കറിയാം വിൻഡോ ഗ്ലാസസ് ഉണ്ട്, പിന്നെ ബീക്കേഴ്സ്, ടെസ്റ്റ് ട്യൂബ്സ്, പിന്നെ വെഹിക്കിൾസിന്റെ നമ്മളെ മിറേഴ്സ്, പ്രിസം, ഇങ്ങനെ കുറെ ഒട്ടനവധി കാര്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഗ്ലാസുകൾ നിർമ്മിക്കുന്നുണ്ട്. സോ അതിൽ ഒന്നാമത്തെ പോയിന്റ് മക്കൾ പഠിക്കുന്നത്, എടാ ഗ്ലാസ് നമ്മൾ ഒരു മിനിറ്റ്, ഗ്ലാസ് നമ്മൾ നിർമ്മിക്കുമ്പോൾ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഉയർന്ന താപനിലയിൽ ലോഹ ലവണങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഗ്ലാസ് ഉണ്ടാക്കുന്നത്. സോ പഠിച്ചു വെച്ചുള്ള ഗ്ലാസിലെ മെയിൻ കോമ്പോണന്റ് ആരാ ചോദിച്ചാൽ SiO2 ആണ്, സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. ഒന്നാമത്തെ കൺസെപ്റ്റ് കിട്ടിയല്ലോ. സോ ഗ്ലാസിലെ മെയിൻ കോമ്പോണന്റ് ചോദിച്ചാൽ സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഏത് തരം ഗ്ലാസ് ഉണ്ടെങ്കിലും അതിൽ ആരുണ്ടാവും? സിലിക്കൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സർ ഗ്ലാസ് നമ്മൾ 3 ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ആരാടാ? നല്ല നോയിക്കോ, സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്നു. സോ എന്തിനാണ് സർ ഇതിനെ യൂസ് ചെയ്യുക? അങ്ങനെ തന്നെ പഠിക്കട്ടോ. യൂസസ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ടു മേക്ക് മിറർ, വിൻഡോ ഗ്ലാസ് ആൻഡ് ബോട്ടിൽസ്. എടാ കണ്ണാടികൾ നിർമ്മിക്കാനേ, മിറേഴ്സ് നിർമ്മിക്കാൻ, പിന്നെ മിറേഴ്സ്, ജനൽ ഗ്ലാസുകള്, പിന്നെ ബോട്ടിൽസ് നിർമ്മിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ പിടിച്ചോ, ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. ഇമ്പോർട്ടന്റ് ആണ്. ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക ചോദിച്ചാൽ ലാബ് എക്യുപ്മെന്റ്സ് നിർമ്മിക്കാനാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലബോറട്ടറി എക്യുപ്മെന്റ്സ് നിർമ്മിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമ്മളെ ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുക്ക് വെയർസ് നിർമ്മിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ചിലപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില പാത്രങ്ങളുടെ മുകളിലൊക്കെ ഗ്ലാസിന്റെ അടപ്പായിരിക്കും ഉണ്ടായിരിക്കും, നല്ല ഹൈ ഗ്ലാസ് ആയിരിക്കും. ഇതൊക്കെ എന്താണ്? ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആട്ടോ. സോ അടുത്ത എന്താണ് സർ? ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് എന്ന് പറഞ്ഞാല് ലെൻസ്, പ്രിസം എന്നിവയൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് നിർമ്മിക്കുന്നത്. ലെൻസും പ്രിസം ഒക്കെ നിർമ്മിക്കാനാണ് ഫ്ലിന്റ് ഗ്ലാസ്, ഒപ്റ്റിക്കൽ ഗ്ലാസ് നിർമ്മിക്കുന്നത്. സോ ഗ്ലാസുകളെ 3 തരംതിരിക്കുന്നത് ഏതൊക്കെയാ? സോഫ്റ്റ് ഗ്ലാസ്, ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്, ഫ്ലിന്റ് ഗ്ലാസ്. സെറ്റ് ആണല്ലോ. അങ്ങനെയാണ് സർ ഈ ഗ്ലാസുകൾക്ക് നിറം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഓരോ ഗ്ലാസിനും വ്യത്യസ്ത നിറങ്ങളായിരിക്കും. സോ എങ്ങനെയാണ് അത് നിറം വരുന്നതെന്ന് നോക്കിയാലോ. സോ കളർ ഓഫ് ദ ഗ്ലാസ് സിമ്പിൾ ആണ്, നാലെണ്ണം പഠിച്ചാൽ മതി. സോ ചില കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കളേഴ്സ് എന്താ, അവന്റെ നിറം മാറും. സോ ഒന്നാമത്തെ പഠിച്ചോ, ഏതാടാ? നോയിക്കോ, കാഡ്മിയം സൾഫേറ്റ്. കാഡ്മിയം സൾഫേറ്റ് ചേർത്ത് കൊടുത്താൽ ഗ്ലാസിന്റെ നിറം എന്താവും ചോദിച്ചാൽ യെല്ലോ കളർ ആയിരിക്കും ഉണ്ടാവുക. സോ അടുത്തത് ഗോൾഡ് ക്ലോറൈഡ് ആണെങ്കിൽ ഒരു റൂബി റെഡ് ആവും, റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക. അടുത്തത് ക്രോമിയം ഓക്സൈഡ് ആണെങ്കിൽ അത് ഗ്രീൻ കളർ ആണ്. കൊബാൾട്ട് ഓക്സൈഡ് ആണെങ്കിൽ ബ്ലൂ കളർ ആണ്. സോ ഇതാണ് നമ്മൾ കെമിക്കൽസ് ചേർത്ത് കൊടുത്താൽ അവന്റെ കളറിൽ വരുന്ന സംഭവം കേട്ടോ. സോ അതിന്റെ ചെയ്യണം, പഠിച്ചു വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ സർ അടുത്ത് പഠിക്കാതെ പോളിമേഴ്സ് എന്ന് പറഞ്ഞ വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. സോ പോളിമർ എന്ന് പറഞ്ഞ ഭാഗം സോ പഠിക്കാതെ പോകരുത്. എന്താണ് സർ പോളിമർ എന്ന് പറഞ്ഞാല്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക, പോളിമർ അല്ലെങ്കിൽ പോളിമർ തിയറിയുടെ ഒക്കെ പിതാവ് ആരാ ചോദിച്ചാൽ ഹെർമൻ സ്റ്റോഡിഞ്ചർ ആണ്. ആരാടാ? ഹെർമൻ സ്റ്റോഡിഞ്ചർ ആട്ടോ. സോ നോക്കണേ, ഇനി നമ്മൾ നോക്കുന്നത് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ടേംസ് ആണ് പഠിച്ചാൽ മതി. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ മുത്തുകളാണെന്ന് വിചാരിക്കുക. ഈ ചെറിയ മുത്തുകൾ കൂട്ടി 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 ഞാൻ എന്താക്കി മാറ്റടാ? ഒരു മുത്തുമാല അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഈ ചെറിയ മുത്തുകൾ കൂട്ടി കൂട്ടി ഞാൻ ഒരു മുത്തുമാല, ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റി. ഈ ചെറിയ മുത്തുകളെ പറയുന്ന പേരാണ് മോണോമർ എന്ന് പറയും. എന്താ പറയാ? മോണോമർ. സെറ്റ് ആണ്, ബുദ്ധിമുട്ടില്ല. ഈ മോണോമറുകൾ എന്തായിട്ടാ മാറിയത്? പോളിമർ ആയിട്ട് മാറി. മോണോമർ എന്തായിട്ട് മാറുന്നു? പോളിമർ ആയിട്ട് മാറുന്നു. ഈ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അത്രേ ഉള്ളൂ. അപ്പൊ ചെറിയ ചെറിയ മോളിക്യൂൾസുകൾ കമ്പൈൻ ചെയ്ത് പോളിമർ ആകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. എക്സാമ്പിൾസ് ചോദിച്ചാൽ സിലിക്കൺ ഉണ്ട്, കോട്ടൺ ഉണ്ട്, റബ്ബർ ഉണ്ട്, വൂൾ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. സോ പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബേഴ്സ് ഇതൊക്കെ എന്താണ്? പോളിമർ ആണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചോളാം. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പോളിമേഴ്സ്, കുറച്ച് പോളിമേഴ്സ് നമ്മൾ പേര് പഠിക്കാം. സോ ഒന്നാമത് നമ്മൾ ടെക്സ്റ്റുകൾ ഫസ്റ്റ് സെറ്റ് ആക്കാം കേട്ടോ. സോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ SLC ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേ. സോ ഒന്നാമത്തെ പോളി എഥിലീൻ എന്താണ്? അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് പറയുന്നു. സോ ഇന്ന മക്കൾ മനസ്സിലാക്കാം, പോളി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തിൽ മുന്നിൽ പോളി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? പോളിമർ ആയിരിക്കും. സോ പോളി ഇല്ലെങ്കിൽ അത് മോണോമർ ആയിരിക്കും. ഓർമ്മയിൽ വെക്കണേ. സോ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ ഈത്തീൻ എന്നാണ് കേട്ടോ, ഈത്തീൻ എന്നാണ്. സോ ഇതിന്റെ മുന്നിൽ പോളി ഉണ്ടോ? പോളി ഇല്ല. സോ അപ്പൊ നമുക്ക് ഇവൻ എന്താ പറയാ? ഈത്തീൻ എന്ന് പറഞ്ഞ ആള് എന്താടാ? അവനൊരു മോണോമർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനെ പോളിമർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? പോളിത്തീൻ എന്നുണ്ട് എഴുതിയാൽ മതി. എന്താടാ? പോളിത്തീൻ. അപ്പൊ ഇവൻ എന്തായി മാറിയടാ? ഇവനൊരു പോളിമർ ആയിട്ട് മാറി. സോ പോളി എന്ന് മുന്നിലുണ്ടെങ്കിൽ അവൻ പോളിമർ ആയിരിക്കും, പോളി ഇല്ലെങ്കിൽ അത് മോണോമർ ആയിരിക്കും. ഓർമ്മയിൽ വെച്ചാൽ മതി. സോ ഒന്നാമത്തെ ആള് നമ്മൾ പഠിച്ചു എന്താടാ? പോളി എത്തിലീൻ ആണ്. എന്തിനാ യൂസ് ചെയ്യുക? ഫുഡ് കണ്ടെയ്നേഴ്സ്, പാക്കേജിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ പോളിത്തീൻ കേട്ടോ. സോ അടുത്തത് പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ. എന്താടാ? പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് സർ. എന്താണ്? ഉയർന്ന താപനില ഉപയോഗിക്കേണ്ട പാചക പാത്രം, നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമർ ആണ് എന്താടാ?
പോളി എത്തിലീൻ ടെട്രാഫ്ലൂറോ പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ കേട്ടോ. സോ നമ്മൾ ഇനി അടുത്ത് നോക്കിയാൽ പോളി വിനൈൽ ക്ലോറൈഡ് PVC എന്നാണ്. സോ PVC എന്ന് കേൾക്കുമ്പോൾ തന്നെ മക്കൾക്ക് അറിയുണ്ടാവും പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് കഴിഞ്ഞാൽ അത് പോളിമറ. സോ ആ പോളി ഒഴിവാക്കി കഴിഞ്ഞാൽ VC എന്ന് കിട്ടും, വിനൈൽ ക്ലോറൈഡ് അത് മോണോമറ. സോ പോളി വിനൈൽ ക്ലോറൈഡ് PVC നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ്, അഥവാ വൈദ്യുതിയെ കടത്തി വിടൂല. സോ നമ്മൾ പൈപ്പിനായിട്ട് യൂസ് ചെയ്യുന്നു, കേബിൾസ്, പൈപ്പ് എന്നിവയൊക്കെ നിർമ്മിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് പോളി വിനൈൽ ക്ലോറൈഡ് കേട്ടോ. സോ അടുത്തത് എന്താണ്? പോളി എത്തിലീൻ ടെറിഫ്താലൈറ്റ് PET ആണ്. പോളി എത്തിലീൻ ടെറിഫ്താലൈറ്റ് എന്തിനാ യൂസ് ചെയ്യുക? യൂസ് ഇൻ ദ ബോട്ടിൽ മാനുഫാക്ചർ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമർ ആണ്. സോ കുറച്ച് പോളിമേഴ്സ് നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ പോളിമറുകളെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. സോ അതിന്റെ മുന്നേ നമ്മൾ നോക്കണേ. സോ പോളിമേഴ്സ് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ഫൈബേഴ്സ്, പ്ലാസ്റ്റിക്, റബ്ബർ. എന്തൊക്കെയാടാ? ഫൈബേഴ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, റബ്ബർ ഉണ്ട്. സോ അതിലെ ഒന്നാമത്തെ ആളെ നമ്മൾ എടുക്കാടാ പ്ലാസ്റ്റിക്സ്. സോ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകണം. ഒന്നാമത്തെ ആടെ തെർമോ പ്ലാസ്റ്റിക്കും, രണ്ടാമത്തെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. സോ ഇതിന്റെ മലയാളം അത് തന്നെയാണ്. സോ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളാം. നമ്മൾ ചില ബോട്ടിൽസ് കണ്ടല്ലോ, ഈ ചില പ്ലാസ്റ്റിക് ബോട്ടിൽസ് ചെറിയൊരു ചൂട് കൊടുക്കുമ്പോൾ അവനിങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിൽക്കും. പിന്നെ അവനെ കൂൾ ചെയ്യുമ്പോൾ തണുപ്പിക്കുമ്പോൾ അവൻ വീണ്ടും ഹാർഡ് ആയിട്ട് നിൽക്കും. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ആണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ദ പ്ലാസ്റ്റിക് ദാറ്റ് ഗെറ്റ് ദ സോഫ്റ്റ് ഇൻ ദ ഹീറ്റിംഗ് ആൻഡ് ദ ഹാർഡ് ഓൺ ദ കൂളിംഗ്. അതായത് ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ അത് കഠിനമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. സോ സോഫ്റ്റ് ആക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ആക്കുമ്പോൾ അത് സോഫ്റ്റ് ആവുകയും കൂളാക്കുമ്പോൾ എന്താവുന്നു? ഹാർഡ് ആവുകയും ചെയ്യുന്നതാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അങ്ങനെയാണെങ്കിൽ ഇവർ നോക്കടാ, ഓൺലി ഫിസിക്കൽ ചേഞ്ച് ഓൺ ഹീറ്റിംഗ്, ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം മാത്രം സംഭവിക്കുന്നതാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക്. അങ്ങനെയാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താടാ? ഇവൻ പെർമനന്റ് ഹാർഡ്നെസ് കീപ്പ് ചെയ്യും. അതായത് സ്ഥിരമായിട്ട് അവൻ എന്താ നല്ല കാഠിന്യത്തോടെ നിൽക്കുന്ന ആളായിരിക്കും തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എന്താ അവൻ സോഫ്റ്റ് ആയിട്ടും ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഹാർഡ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓർമ്മയിൽ വെക്കണേ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് ഓൺ ഹീറ്റിംഗ്, ചൂടാക്കുമ്പോൾ ഭൗതികവും രാസപരമായ മാറ്റം ഉണ്ടാകുന്ന ആളാണ് നമ്മളെ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിക്കിനെ കൊണ്ട് ഇഷ്ടംപോലെ പൊല്യൂഷൻസ്, നമുക്ക് ഇഷ്ടംപോലെ യൂസസ് ഉണ്ട്. അതായത് കുറെ മോൾഡുകളിലൊക്കെ ഒഴിച്ചിട്ടാണ് കുറെ വിവിധ രൂപത്തിൽ പ്ലാസ്റ്റിക്കിനെ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതിലേറെ നമുക്ക് എന്തുണ്ട്? ഡീമെറിറ്റ്സ് ഉണ്ട്, അഥവാ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, സോയിൽ പൊല്യൂഷൻ ഉണ്ട്, എയർ പൊല്യൂഷൻ, ഇഷ്ടം പോലെ പൊല്യൂഷൻ ഉണ്ട്. സോ ഈ പ്ലാസ്റ്റിക് പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മെത്തേഡ് ആടാ 4R എന്ന് പറഞ്ഞാൽ. എന്താടാ 4R എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. സോ ഒന്നാമത്തെ റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ദ ഗിവിംഗ് ഓർ അക്സെപ്റ്റിംഗ് ദ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യാതിരിക്കുക. കൊടുക്കുകയും വേണ്ട, വാങ്ങും വേണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. സോ അതാണ് റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമൈസ് ദ യൂസ് ഓഫ് ദ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറക്കുക, മിനിമൈസ് ചെയ്യുക. ഇനി റീയൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയത്, നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക? പുനരുപയോഗിക്കുക. സോ അടുത്ത റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അനുയോജ്യമായത്. അതായത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വീടുകളിലൊക്കെ വന്നിട്ട് നമ്മൾ വേണ്ടാത്ത പ്ലാസ്റ്റിക് ഉണ്ടോ, പൊട്ടിയ പ്ലാസ്റ്റിക് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടോ ആക്രി എന്നൊക്കെ പറയൂലേ. സോ അവർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? വീണ്ടും അതിനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ചൂടാക്കിയിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ടാ? വീണ്ടും അവരെ മാനുഫാക്ചർ വേറെ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റും. സോ ഇതിനെ നമ്മൾ എന്ത് പറയാ? റീസൈക്കിൾ എന്ന് പറയാം കേട്ടോ. സെറ്റ് ആണല്ലോ. സോ പ്ലാസ്റ്റിക്കിന്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആരാ ചോദിച്ചാൽ റബ്ബേഴ്സ് ആണ്. ആരാടാ? റബ്ബറുകളാണ്. സോ റബ്ബറുകൾ നമുക്കറിയാം, നമ്മൾ വെഹിക്കിൾസ്, അതായത് വാഹനങ്ങളുടെ ടയറുകളായിട്ട് നിർമ്മിക്കുന്നുണ്ട്. സോ ഒട്ടനവധി യൂസസ് ഉള്ള ഒരു പോളിമർ ആണ് നമ്മൾ റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ റബ്ബർ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് എന്താടാ? സിന്തറ്റിക് റബ്ബറും, രണ്ടാമത്തത് നാച്ചുറൽ റബ്ബറും. പ്രകൃതിദത്തമായ റബ്ബറുണ്ട്, നമ്മളെ മനുഷ്യനിർമ്മിത റബ്ബറുണ്ട്. സോ പ്രകൃതിദത്തമായ റബ്ബർ എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മളെ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ. സോ പ്രകൃതിദത്തമായ റബ്ബറാണ്. സോ അതായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചത്. പിന്നെ അതിന്റെ റബ്ബറിന്റെ ആവശ്യം അങ്ങോട്ട് കൂടിയപ്പോൾ, നീട് അങ്ങോട്ട് കൂടുതൽ വന്നപ്പോൾ മനുഷ്യന്മാർ എന്ത് ചെയ്തു തുടങ്ങി? റബ്ബർ വീണ്ടും കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നിർമ്മിക്കാൻ തുടങ്ങി. സോ അങ്ങനെ നമ്മളെ സിന്തറ്റിക് റബ്ബറാണ് നമ്മളെ വാഹനങ്ങളിൽ യൂസ് ചെയ്യുക. സോ നമ്മളെ നാച്ചുറലി വരുന്ന റബ്ബർ, പ്രകൃതിദത്തമായി വരുന്ന റബ്ബറുകൾ നമ്മൾ ടയറുകളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവന്റെ തേയ്മാനം എന്താണ്? തേയ്മാനം ഭയങ്കര കൂടുതലാണ്. സോ പെട്ടെന്ന് എന്ത് ചെയ്യും? തേഞ്ഞു കാണ്ട് പോകും. ഡ്യൂറബിലിറ്റി വളരെ കുറവായിരിക്കും കേട്ടോ. സോ അതായത് കാലങ്ങളിൽ കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെ വാഹനങ്ങളിലെ ടയർ എന്ത് റബ്ബറായിട്ട് യൂസ് ചെയ്യുന്നത്? സിന്തറ്റിക് റബ്ബറായിട്ട് യൂസ് ചെയ്യുന്നത്. അഥവാ നമ്മളെ മനുഷ്യന്മാർ നിർമ്മിക്കുന്ന റബ്ബറാണ് നമ്മളെ വാഹനങ്ങളിലെ ടയർ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നത്. സോ പിന്നെ പഠിച്ചു വെക്കുന്നത്, ഒരു ഇലാസ്റ്റിക് നേച്ചർ ഉള്ള ഒരു പോളിമർ ആണ് നമ്മൾ റബ്ബർ എന്ന് പറഞ്ഞാൽ. അതായത് ഇലാസ്റ്റിക് നേച്ചർ നമുക്കറിയാലോ, വലിച്ചിങ്ങനെ വിടാൻ പറ്റില്ല. റബ്ബർ ബാൻഡ് അറിയൂലേ? സോ ഇങ്ങനെ വലിച്ചു വിട്ടാൽ ഇങ്ങനെ പോകുന്ന സാധനല്ലേ?
സോ ആ സെയിം സാധനമാണ് നമ്മളെ റബ്ബർ എന്ന് പറഞ്ഞാൽ. സോ ഇലാസ്റ്റിക് നാച്ചുറൽ ഒരു പോളിമർ ആണ് നമ്മളെ റബ്ബർ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഓർമ്മയിൽ വെച്ചോളൂ. സോ അങ്ങനെ ഇലാസ്റ്റിക് സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമർ ആണ് സ്വാഭാവിക റബ്ബർ എന്ന് പറഞ്ഞാൽ അഥവാ നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാൽ. റബ്ബർ മരത്തിൽ നിന്ന് നടക്കുന്ന റബ്ബർ പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് പ്രകൃതിദത്ത റബ്ബർ അഥവാ നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാൽ. സോ അതിന്റെ ആവശ്യം കൂടുതലായി വന്നപ്പോൾ മനുഷ്യന്മാർ നിർമ്മിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിന്തറ്റിക് റബ്ബർ എന്നും പറയാൻ പറ്റും അഥവാ മനുഷ്യനിർമ്മിത റബ്ബർ എന്നും പറയാൻ പറ്റും. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റ് താളാരാടുള്ളത് ഫൈബേഴ്സ് ആണ് സർ. ഈ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ചെകിരിയൊക്കെ ഉണ്ടല്ലോ, ഈ ചെകിരിയിൽ ചെറിയ ചെറിയ ത്രെഡ്, ചെറിയ ചെറിയ നൂല് പോലെ ഉണ്ടാവും. ഈ നൂലുകളൊക്കെ കൂട്ടി 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 നമ്മൾ എന്തുണ്ടാക്കുക? ആ ചൂടിക്കയറൊക്കെ ഉണ്ടാക്കാം. സോ അതന്നെയാണ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ശക്തിയായിട്ടുള്ള കയേഴ്സ് അല്ലെങ്കിൽ ത്രെഡ് ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ആണ് നാരുകൾ അഥവാ ഫൈബറുകൾ എന്ന് പറഞ്ഞാൽ. സ്ട്രോങ് ഫൈബേഴ്സ് ആർ ദ പോളിമേഴ്സ് സൂട്ടബിൾ ദ മാനുഫാക്ചർ ഓഫ് ദ സ്ട്രോങ് ത്രെഡ് ഒക്കെ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ നാരുകൾ അഥവാ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ നമുക്കറിയാം അല്ലെ. സോ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുക ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു സിന്തറ്റിക് ഫൈബേഴ്സ് ആണ് അഥവാ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഫൈബേഴ്സ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നൈലോണ്, റയോണ്, പോളിസ്റ്റർ, ആക്രിലിക്. സോ ഇതൊക്കെ എന്താണ്? നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഫൈബേഴ്സ് ആണ്, നാരുകളാണ് എന്നുള്ള കാര്യം സെറ്റ് ആണല്ലോ. സോ അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്ററിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാറുള്ളത്. സോ പോളിമേഴ്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ച 3 പോളിമേഴ്സ് നമ്മൾ ഈ ഒരു ടാബിളിന്റെ ആ ഒരു സഹായത്തോടെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ഫുൾ ക്ലിയർ ആണ്. സോ ഒന്നാമത് നോക്കണേ, സൂറ്റബിൾ ഫോർ മേക്കിംഗ് എ സ്ട്രോങ് ത്രെഡ്. സ്ട്രോങ് ത്രെഡ് നിർമ്മിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഏത് പോളിമർ ആണ്? നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് പഠിച്ചിട്ടുള്ളൂ, അത് ഫൈബർ ആണ്. ആരാടാ? ഫൈബർ ആണ്. ബുദ്ധിമുട്ടില്ല സർ, സെറ്റ് ആണ്. അടുത്ത് നോക്കാം, പോളിമർ ദാറ്റ് ക്യാൻ ബി ദ മോൾഡ് ഇൻ ടു ദ വേരിയസ് ഷേപ്പ്. അതായത് മോൾഡുകളിൽ വെച്ചിട്ട് വേരിയസ് ഷേപ്പുകളിലോട്ട് മാറ്റാൻ പറ്റിയ പോളിമർ ആരാ ചോദിച്ചാൽ പ്ലാസ്റ്റിക് ആണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പോളിമർ വിത്ത് ഇലാസ്റ്റിക് നേച്ചർ, ഇലാസ്റ്റിക് സ്വഭാവമുള്ള പോളിമർ ആരാ ചോദിച്ചാൽ നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ആരാടാ? റബ്ബർ ആണ് എന്നുള്ള കാര്യം. റബ്ബറിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, സിന്തറ്റിക് റബ്ബറും നാച്ചുറൽ റബ്ബറും. സോ വാഹനങ്ങളെ ടയർ ആയിട്ട് നിർമ്മിക്കുന്നത് ആരാ ചോദിച്ചാൽ സിന്തറ്റിക് റബ്ബേഴ്സ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യം എന്റെ മകൾക്ക് സെറ്റ് ആണല്ലോ. സോ ലാസ്റ്റിലെ ചാപ്റ്ററുകൾ അടിപൊളിയായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞ സമയം കൊണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക? കാണാം. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.